അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബർക്കാത്തുഹു. അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു. അമ്മാ ബഅദ് ഫഅഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ. ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. ആമീൻ. സ്നേഹബഹുമാനമുള്ള സഹോദരീ സഹോദരന്മാരെയും നമ്മുടെ പ്രിയങ്കരായ ഇമാം ഹസ്രത്ത് ഖലീഫത്തുള്ള മുനീർ അഹമ്മദ് അസീം അയ്യദഹുല്ലാഹു തആല ബിനസ്രിൽ അസീസ് നമുക്ക് നൽകുന്ന വിശുദ്ധ ഖുർആൻ വിശദീകരണ പാഠങ്ങളാണ് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. മലക്കുകളും ആദമും രക്തം ചിന്തലും ഇതൊക്കെ സംബന്ധമായിട്ടുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളും സംശയ നിവാരണങ്ങളുമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഹസ്രത്ത് ഖലീഫത്തുള്ള ഇത് സംബന്ധമായി തുടർന്ന് പറയുന്നു, മോസ്റ്റ് പ്രോബബ്ലി there had remained a small degenerated remnant of the old race. ആദം അലൈഹിസ്സലാമിന് മുമ്പ് നശിച്ച് നാമാവിശേഷമായ പഴയകാല വംശത്തിൽ നിന്ന് മിക്കവാറും ഈ പരാമർശിതമായ ആദം ഒരു വ്യക്തിയായിരിക്കാം. നമുക്ക് ഈ 6000 വർഷത്തെ സമീപത്തുള്ള ഒരാദമിനെ പരിചയപ്പെടുത്തുമ്പോൾ മുൻകാലങ്ങളിൽ വന്ന ആദന്മാരിൽ നിന്ന് നശിച്ച് നാമാവിശേഷമായി പോയ സമുദായത്തിലെ ഒരു പ്രതിനിധിയായിട്ടായിരിക്കാം ഈ ആദം നമ്മുടെ മുന്നേ വരുന്നത്. ഗോഡ് ദെൻ സെലക്റ്റഡ് ഹിം. അങ്ങനെ നശിച്ചു പോയ ഒരു സമൂഹത്തിൽ നിന്നും ഒരാളെ ദൈവം തിരഞ്ഞെടുക്കുന്നു. ഗോഡ് ദെൻ സെലക്റ്റഡ് ഹിം ടു ബി ദ പ്രോജനിറ്റർ ഓഫ് എ ന്യൂ റേസ്. ഒരു പുതിയ വംശത്തിൻ്റെ കാരണവരായി ഈ ആദം അലൈഹിസ്സലാമിനെ അല്ലാഹു തആല സെലക്ട് ചെയ്യുകയാണ്, തിരഞ്ഞെടുക്കുകയാണ്. ആൻഡ് ദ പ്രീകർസർ ഓഫ് എ ന്യൂ സിവിലൈസേഷൻ. ഒരു പുതിയ പരിഷ്കാരം ലോകത്ത് വരാനിരിക്കുന്നു. വരുത്തുന്നതിന് വേണ്ടി നശിച്ചു പോയ ഒരു വിഭാഗത്തിൽ നിന്നുള്ള ഒരു പ്രതിനിധിയെ അല്ലാഹു തആല തിരഞ്ഞെടുത്ത് മാനവകുലത്തിൻ്റെ മുമ്പാകെ കൊണ്ടുവരികയാണ്. ക്രിയേറ്റഡ് ആസ് ഇറ്റ് വെയർ. ഇത് ഈ സൃഷ്ടിപ്പ് ഔട്ട് ഓഫ് ദ ഡെഡ് ഹി റെപ്രസെൻറ്റഡ് ദ ഡാൺ ഓഫ് എ ന്യൂ ഇറ ഓഫ് ലൈഫ്. മരണപ്പെട്ടു കിടക്കുന്ന ഒരു ന്യൂനപക്ഷ സമൂഹത്തെ ജീവിപ്പിക്കുന്നതിന് വേണ്ടി, പുതുജീവിതം നൽകുന്നതിന് വേണ്ടി, ഒരു പുതിയ പ്രഭാതോദയത്തിന് വേണ്ടി ഈ സൃഷ്ടിപ്പ് ഇവിടെ ആരംഭിക്കുകയാണ്. ആസ് ഖലീഫ മീൻസ് എ സക്സസർ. ഖലീഫ എന്ന പദത്തിൻ്റെ അർത്ഥം സക്സസർ, പിൻഗാമി എന്നാണ്. അപ്പോൾ മുൻഗാമികളായ ആളുകൾ ഉണ്ടായിരുന്നു, അതിൽ നിന്ന് വന്ന ഒരാളാണ് പിൻഗാമി. അപ്പോൾ ഖലീഫ എന്ന നാമം നൽകപ്പെടുമ്പോൾ തന്നെ മുൻഗാമികളായിട്ട് ആളുകൾ ഉണ്ടായിരുന്നു എന്ന് വ്യക്തമാകുന്നു. ഇറ്റ് ഈസ് ക്ലിയർ ദാറ്റ് മെൻ ഹാഡ് എക്സിസ്റ്റഡ്. ഇതിൽ നിന്നും വ്യക്തമാകുന്ന ഒരു കാര്യം, മാനവൻ ഇവിടെ നിലനിന്നിരുന്നു. ആൻഡ് ലീവ്ഡ്. അവരിവിടെ താമസിച്ചിരുന്നു, വസിച്ചിരുന്നു.
ഓൺ എർത്ത് ബിഫോർ ആദം. ഈ ആദമിന് മുൻപ് തന്നെ മനുഷ്യരിവിടെ നിലനിന്നിരുന്നു, ജീവിച്ചിരുന്നു. ആദം ഹും ഹി സക്സീഡഡ്, അവരിൽ നിന്ന് പിൻഗാമിയായി വന്ന ഒരാളാണ് നമ്മളുടെ മുമ്പിലുള്ള ഈ ആദം അലൈഹിസ്സലാം. ആൻഡ് വി കനോട്ട് സേ, അതുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ കഴിയില്ല വെദർ ദ ഒറിജിനൽ ഇൻഹാബിറ്റൻസ്, ഇതിൻ്റെ യഥാർത്ഥമായ നിവാസികൾ, ഇൻഹാബിറ്റൻസ് ഓഫ് അമേരിക്ക, യൂറോപ്പ് എക്സെട്ര, അമേരിക്കയിൽ നിന്നുള്ളവരാണോ ആദ്യം അതിനു മുമ്പുണ്ടായിരുന്നത്, യൂറോപ്പിൽ നിന്നുള്ളവരായിരുന്നോ ഉണ്ടായിരുന്നത്, ഇത് സംബന്ധമായിട്ടൊന്നും നമുക്ക് വ്യക്തമായ ഒരു അറിയിപ്പ് നമുക്ക് ലഭ്യമല്ല. ആർ ദ പ്രോജനി ഓഫ് ദിസ് ലാസ്റ്റ് ആദം. അപ്പോൾ ഈ അവസാനം വന്ന ഈ ആദമിൻ്റെ സന്തതികൾ യൂറോപ്പിലാണോ അമേരിക്കയിലാണോ എവിടെയായിരുന്നു എന്ന് കൃത്യമായി നിർവചിക്കാവതല്ല. ആൻഡ് വി ഡി നോട്ട് ക്ലെയിം ദറ്റ് ഓൾ മാൻകൈൻഡ്സ്, അതുപോലെ നമുക്ക് വാദിക്കുവാനും കഴിയില്ല എല്ലാ മനുഷ്യകുലവും ഹു ആർ നൗ ഫൗണ്ട് ഇൻ ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദ എർത്ത്, ഭൂമിയുടെ വിവിധ ഭാഗങ്ങളിൽ കാണപ്പെടുന്ന ആളുകളൊക്കെ, മാനവ സമുദായമൊക്കെ, ആർ ദ പ്രോജനി ഓഫ് ദ സെൽഫ് സെയിം ആദം, ഈ പറഞ്ഞ നമ്മുടെ മുമ്പിൽ പരാമർശിതമായ ഈ ആദത്തിൻ്റെ സന്താന പരമ്പരകളാണോ എന്ന് നമുക്ക് പറയുവാൻ കഴിയില്ല, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വസിക്കുന്ന മനുഷ്യർ. ഓൺ ദ കോൺട്രറി, മറിച്ച് വി ഹോൾഡ് ദാറ്റ് ദിസ് ആദം വാസ് നോട്ട് ദ ഫസ്റ്റ് മാൻ, നമുക്ക് പറയാൻ കഴിയുന്നത് ഈ ആദം ഭൂമിയിലെ ഒന്നാമത്തെ മനുഷ്യൻ ആയിരുന്നില്ല എന്ന നിഗമനത്തിൽ, എന്ന തീർപ്പിൽ നമുക്ക് എത്താൻ പറ്റും. വി ഹോൾഡ് ദാറ്റ് ദിസ് ആദം വാസ് നോട്ട് ദ ഫസ്റ്റ് മാൻ. മാൻകൈൻഡ് എക്സിസ്റ്റഡ് ഈവൻ ബിഫോർ ഹിം, അദ്ദേഹത്തിന് മുൻപും, ഈ ആദം അലൈഹിസ്സലാമിന് മുമ്പും മാനവ സമൂഹം ഇവിടെ ഉണ്ടായിരുന്നു, നിലനിന്നിരുന്നു. ആസ് ഈസ് ഹിൻഡഡ് ബൈ ദ ഹോളി ഖുർആൻ ഇറ്റ്സെൽഫ്, അതിനുള്ള സൂചന വിശുദ്ധ ഖുർആൻ തന്നെ നൽകുന്നുമുണ്ട്. വെൻ ഇറ്റ് സെയ്സ് ഓഫ് ആദം, ആദമിനോട് അത് വിശുദ്ധ ഖുർആൻ പറയുന്നത് എന്താണ്? ഐ ആം എബൌട്ട് ടു പ്ലേസ് എ ഖലീഫ ഇൻ ദ എർത്ത്. ആദമിനെ സംബന്ധിച്ച് പറയുമ്പോൾ ഞാനൊരു ഖലീഫയെ ഭൂമിയിൽ നിശ്ചയിക്കാൻ പോവുകയാണ് എന്ന് പറയുന്നതിലൂടെ, ഒരു പ്രതിനിധിയെ നിശ്ചയിക്കാൻ പോവുകയാണ് എന്ന് പറയുന്നതിലൂടെ ആ പ്രതിനിധി ആരെയാണോ അഭിസംബോധന ചെയ്യേണ്ടത് അത്തരത്തിലുള്ള ആളുകൾ ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നു എന്നതിൻ്റെ തെളിവാണ്. ദ ക്വസ്റ്റ്യൻ എറൈസസ്, നമ്മുടെ മുമ്പിൽ ഉയരുന്ന ചോദ്യം ഇതാണ്: വൈ ഡിഡ് ദ ഏഞ്ചൽ ഒബ്ജക്റ്റ് ടു ആദംസ് അപ്പോയിൻമെൻറ്റ് ആസ് ഖലീഫ? മാലാഖമാർ എന്തുകൊണ്ടാണ് ആദമിൻ്റെ നിയമനത്തെ, ഖലീഫ എന്ന നിയമനത്തെ എതിർത്തത്, അതിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞതെന്ത് എന്ന കാര്യത്തെക്കുറിച്ചാണ് നാം ഇനി ചിന്തിക്കുന്നത്. ആ ചോദ്യം, എന്തുകൊണ്ടാണ് മാലാഖമാർ, എന്തിനാണ് ഈ കുഴപ്പമുണ്ടാക്കുന്ന ഇത്തരത്തിലുള്ള ആളിനെ നിയമിക്കുന്നത് എന്ന് അള്ളാഹുവിൻ്റെ മുമ്പിൽ ഒരു എതിരഭിപ്രായം പറഞ്ഞത് എന്നത് സംബന്ധമായിട്ട് നമുക്ക് ചിന്തിക്കാം. ഇൻ ദിസ് കണക്ഷൻ, ഇതുമായി ബന്ധപ്പെട്ട് ഇറ്റ് മസ്റ്റ് ബി ബോൺ ഇൻ മൈൻഡ്, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ദാറ്റ് ദ സോ കാൾഡ് ഒബ്ജക്ഷൻ ഈസ് നോട്ട് റിയലി ആൻ ഒബ്ജക്ഷൻ. ഈ എതിരഭിപ്രായം പറഞ്ഞത് യഥാർത്ഥത്തിൽ ഒരു എതിരഭിപ്രായമല്ല. മാലാഖമാർ അള്ളാഹുവിൻ്റെ മുമ്പിൽ ഈ പറഞ്ഞ എതിർപ്പ് എന്നത് യഥാർത്ഥമായ ഒരു എതിർപ്പല്ല. ഇറ്റ് ഈസ് മിയർലി എ പ്രസൻറ്റേഷൻ ഓഫ് ഫാക്ട്സ് പ്ലേസ്ഡ് ബിഫോർ ഗോഡ്. അള്ളാഹുവിൻ്റെ മുമ്പിൽ ചില വസ്തുതകൾ അവർ സമർപ്പിക്കുക മാത്രമാണ് ചെയ്തത്. അപ്പോൾ മാലാഖമാർ അള്ളാഹുവിൻ്റെ മുമ്പിൽ ഒരെതിരഭിപ്രായമല്ല പറഞ്ഞത്, മറിച്ച് എന്താണ്, ചില വസ്തുതകൾ അള്ളാഹുവിൻ്റെ മുമ്പിൽ സമർപ്പിക്കുകയാണ് ചെയ്തത്. നോട്ട് ബൈ വേ ഓഫ് ഒബ്ജക്ഷൻ, അത് ഞങ്ങളിതിനെ എതിർക്കുന്നു
എന്ന നിലയിലല്ല, ബട്ട് ടു ഗെയിൻ നോളജ് ആൻഡ് ഒബ്റ്റെയിൻ എൻലൈറ്റൻമെൻറ്റ്. ഇത് സംബന്ധമായിട്ടുള്ള അറിവ് കിട്ടുന്നതിന്, ടു ഗെയിൻ നോളജ് ആൻഡ് ഒബ്റ്റെയിൻ എൻലൈറ്റൻമെൻറ്റ്, ഇത് സംബന്ധമായ ഒരു പ്രകാശം, ഒരു അറിവ്, ഒരു പ്രകാശധാര മാലാഖമാർക്ക് ലഭിക്കുന്നതിന് വേണ്ടിയാണ് അവർ ഈ ഒബ്ജക്ഷൻ എന്ന നിലയിൽ ഈ അഭിപ്രായം അള്ളാഹുവിൻ്റെ മുമ്പിൽ സമർപ്പിക്കുന്നത്. ഇൻഫാക്റ്റ്, വസ്തുത ഇങ്ങനെ ഇരിക്കെ, വെന്നെവർ എ ന്യൂ പ്രോഫറ്റ് ഈസ് റൈസ്ഡ്, എപ്പോഴൊക്കെ ഒരു പുതിയ പ്രവാചകനെ ഉയർത്തപ്പെടുന്നുവോ, നിയോഗിക്കപ്പെടുന്നുവോ, അയക്കപ്പെടുന്നുവോ, ജനങ്ങളിലേക്ക് അപ്രകാരം ഒരു സംഭവം ഉണ്ടാകുമ്പോൾ, ഗോഡ് ഇൻറ്റൻസ് ടു ബ്രിങ് എബൌട്ട് എ റെവല്യൂഷൻ, അള്ളാഹു താല ഉദ്ദേശിക്കുന്നത് ഒരു വിപ്ലവകരമായ മാറ്റം ഉണ്ടാകുന്നതിന് വേണ്ടിയാണ്. നിലവിലിരിക്കുന്ന വ്യവസ്ഥിതി ശരിയല്ല, അതുകൊണ്ട് ആ വ്യവസ്ഥിതിക്കൊരു മാറ്റം വരുത്തുന്നതിന് വേണ്ടി അള്ളാഹു താല ഉദ്ദേശിക്കുന്നു. ഗോഡ് ഇൻറ്റൻസ് ടു ബ്രിങ് എബൌട്ട് എ റെവല്യൂഷൻ ത്രൂ ഹിം, ഈ നിയോഗിതനാകുന്ന ഖലീഫയിലൂടെ മാനവരാശിയിൽ ഒരു ചൈതന്യം വരുത്തി നിലവിലുള്ള വ്യവസ്ഥിതി മാറ്റി എടുക്കുന്നതിന് വേണ്ടി അള്ളാഹു ഉദ്ദേശിക്കുന്നത് കൊണ്ടാണ് അപ്രകാരം ഖലീഫമാരെ നിയമിക്കുന്നത് ഇൻ ദ വേൾഡ്, ഭൂമിയിൽ. എ ചേഞ്ച് ഇൻ ദ എക്സിസ്റ്റിംഗ് സിസ്റ്റം, നിലവിൽ നിലനിൽക്കുന്ന വ്യവസ്ഥിതിക്ക് മാറ്റം വരുത്തണം, അതിന് മാറ്റം വരേണ്ടതാണ്. ആൻഡ് സ്റ്റാർട്ട് ഓഫ് എ ന്യൂ ഇറ, ഒരു പുതിയ യുഗം ഇവിടെ ആരംഭിക്കണം. ഇന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ വ്യവസ്ഥിതി എങ്ങനെയാണ്? നമ്മൾ ഒരു കുടുംബത്തിൽ, ഒരു വ്യക്തിയിൽ, സമൂഹത്തിൽ നോക്കുകയാണെങ്കിൽ മാതാപിതാക്കൾ, സന്താനങ്ങൾ, ഏറ്റവും അടുത്ത ബന്ധുക്കൾ, സ്വന്തക്കാർ, നാട്ടുകാർ, കൂട്ടുകാർ, ഇവരെയൊക്കെ നമ്മളൊന്ന് പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ ഈ ബന്ധങ്ങളൊന്നും ശരിയായ നിലയിൽ നിലനിൽക്കുന്നില്ല, ധാർമ്മികതയിൽ അടിസ്ഥാനമായി നിലനിൽക്കുന്നില്ല. സ്നേഹത്തിലും സൗഹാർദ്ദത്തിലും പരസ്പര സഹായത്തിലും അധിഷ്ഠിതമായ മനോഹരമായ ഒരു ജീവിതത്തിന് പകരം വെറുപ്പും വിദ്വേഷവും ശത്രുതയും പുലർത്തുന്ന ഒരു ലോകക്രമം ലോകത്ത് ഉണ്ടായി വരുമ്പോൾ അവയെ മാറ്റി അതിന് പകരം പുതിയ ഒരു സാമൂഹ്യ അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിന് അള്ളാഹു ഉദ്ദേശിക്കുമ്പോൾ അള്ളാഹു താല വെളിപാടുകളുമായി ഇത്തരം ഖലീഫമാരെ ഭൂമിയിലേക്ക് നിയോഗിക്കുന്നു. ഇന്ന് 100% അത്തരത്തിലുള്ള അനേകം ഖലീഫമാർ ലോകത്ത് വരേണ്ടിയിരിക്കുന്നു എന്നാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. എല്ലാ ബന്ധങ്ങളും ഭൗതികമായിട്ടുള്ള ചില സാധന സാമഗ്രികളുടെ അടിസ്ഥാനത്തിൽ മാത്രം ഭൂമിയിൽ നിലനിൽക്കുന്നതായി കാണാം. യഥാർത്ഥമായ സ്നേഹത്തിൽ അധിഷ്ഠിതമായ ഒരു ജീവിതക്രമമോ ധാർമ്മികതയിൽ അധിഷ്ഠിതമായ ഒരു പ്രവർത്തനമോ അല്ല മനുഷ്യർ ചെയ്യുന്നത്. അവർക്ക് അവരുടെ ശരീര ഇച്ഛകൾ അവരെ പ്രബോധിക്കുന്നത് എന്താണോ അതിനനുസൃതമായുള്ള പ്രവർത്തനങ്ങളാണ് ചെയ്യുന്നത്. ഞാൻ ചെയ്യേണ്ടത് വിശുദ്ധ ഖുർആൻ്റെ കൽപ്പനകൾ, അള്ളാഹുവിൻ്റെ കൽപ്പനകളും നിയമങ്ങളും അനുസരിച്ച് എൻ്റെ സഹജീവികളോട് ഞാൻ പ്രവർത്തിക്കുവാൻ തയ്യാറാകാത്ത സമയത്ത് തീർച്ചയായിട്ടും ആ വ്യവസ്ഥിതി മാറ്റി അവൻ്റെ വ്യവസ്ഥിതി ഇവിടെ പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടി ഖലീഫമാരെ പണ്ട് കാലങ്ങളിൽ നിയോഗിച്ചു കൊണ്ടിരുന്നു. ഇപ്പോൾ സമ്പൂർണമായ ഒരു ഗ്രന്ഥം അതിൻ്റെ എല്ലാവിധ അർത്ഥത്തിലും നിലനിൽക്കുന്നത് കൊണ്ട് അതിനെ പ്രബോധിപ്പിക്കുന്നതിന് വേണ്ടി, അതിൻ്റെ യഥാർത്ഥ കാര്യം ലോകത്തെ പഠിപ്പിക്കുന്നതിന് വേണ്ടി ഓരോ നൂറ്റാണ്ടിലും അള്ളാഹുവിൽ നിന്നുള്ള പ്രതിനിധികൾ വരുമെന്ന് പറഞ്ഞു. ആ പ്രതിനിധികളെ സ്വീകരിക്കാത്ത ഒരു ലോകത്ത് എന്ത് ധാർമ്മികതയാണ് നമുക്ക് ലോകത്തോട് പറയുവാനും പ്രവർത്തിക്കുവാനും കഴിയുന്നത്? അതുകൊണ്ട് സമ്പൂർണമായ ഒരു വിപ്ലവത്തിന് വേണ്ടി അള്ളാഹു താല ഈ നൂറ്റാണ്ടിൽ തുടക്കമിട്ടിരിക്കുന്നു. ആ തുടക്കത്തിൻ്റെ പ്രതിനിധികളാണ് നമ്മളൊക്കെ. അതിനുവേണ്ടി സമൂലമായ പരിവർത്തനം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായി വരേണ്ടിയിരിക്കുന്നു. അതിന് ഈ വിശുദ്ധ ഖുർആൻ തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ അച്ചുതണ്ട്. അത് നമുക്ക് ഭംഗിയായ നിലയിൽ മനസ്സിലാക്കിക്കൊണ്ട് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ വ്യക്തി ജീവിതവും കുടുംബജീവിതവും സാമൂഹ്യ ജീവിതവും പടുത്തുയർത്തി ലോകത്ത് സമാധാനവും ശാന്തിയും കൈവരിക്കുവാൻ ദൈവം മാനവരാശിയെ ആഹ്വാനം ചെയ്യുന്നു. അതിന്
അവൻ്റെ കാരുണ്യവർഷമായി അവൻ്റെ പ്രതിനിധിയെ നിയോഗിച്ചിരിക്കുന്നു. അവൻ നൽകുന്ന ഈ പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഒരു പുതിയ സൃഷ്ടിക്കായി, ഒരു പുതിയ നവജീവൻ ഭൂമുഖത്തുണ്ടാകുന്നതിനായി നമുക്ക് പ്രവർത്തിക്കുവാനുള്ള തൗഫീക്ക് അള്ളാഹു നൽകട്ടെ എന്ന പ്രാർത്ഥനയോടെ ഈ വാക്കുകൾ ഇപ്പോൾ ഇവിടെ ഉപസംഹരിക്കുന്നു. ജസാക്കുമുല്ലാഹ് അഹ്സനുൽ ജസാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബർക്കാത്തു.